അപ്പൊ ഹായ് മച്ചാമാരെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേട്ടാവാളിയൻ അലങ്കോസ് പെരേരയാണ്. അലിൻ ജോസ് പെരേര. എന്തൊരു തേങ്ങ അതെനിക്ക് പിടികിട്ടില്ല. അപ്പൊ മച്ചാനെ, അപ്പൊ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പമ്പയാണോ അതോ ഗംബയാണോ? പമ്പാണോ? പമ്പല്ല, ഇവള് ഗംബയാണ്. അപ്പൊ ഈ പമ്പയെ കൊണ്ടിട്ട് ഇവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൽ കയറ്റാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ശ്രമങ്ങള്. സത്യം പറഞ്ഞ കാള വണ്ടി ഓട്ടിക്കുന്നതാണ് ആര്? അലിൻ ജോസ് പെരേര. അല്ല കളിയാ, അവള് ഡോക്ടർ, ഈ പമ്പ ഡോക്ടറാണെന്ന് പറഞ്ഞു. എന്തിന്റെ ഡോക്ടറാ? ഒരു ഡോക്ടറിന് ചേർന്ന കാര്യങ്ങളാണോ ചെയ്യണത്? ഇവള് ഡോക്ടർ ആര് പറഞ്ഞു? അവള് പറയല്ലേ ഡോക്ടറാണെന്ന്. അവള് ഡോക്ടറല്ല. പിന്നെ അത് ഇവള് മറ്റേ നമ്മളിപ്പോ നമ്മളെ വിഷ്ണു കൊച്ചിക്കാരെ ഈയിടയ്ക്ക് ഒരു സംഭവം നടന്നു, അറിഞ്ഞ? മറ്റേ പിന്നെ നാട്ടിനകത്തിട്ട് മറ്റേ കാരണമൃഗത്തെ കുളിപ്പിക്കുന്നത്. അയ്യാ, അതൊന്ന് ഇവ മറ്റേ ഈ പമ്പയ്ക്ക് എന്ന് പറഞ്ഞ ഒരു ഹിന്ദിക്കാരനാണ് കൊണ്ട് നടക്കണത്. ഹിന്ദിക്കാരൻ, ഹിന്ദിക്കാരൻ തന്നെ. അവൻ ഹിന്ദിക്കാരൻ തന്നെ. അവൻ ഹിന്ദി മറ്റേ ഗൂഗിളിൽ മറ്റേ മോശം രീതിയിലുള്ള ചിത്രങ്ങളുണ്ടല്ലോ, അതിലെ നായകനാണ്. അവനാണ് ഈ പമ്പയെ കൊണ്ട് കിടക്കണത്, ഹിന്ദിക്കാരൻ. അപ്പൊ ഈ നമ്മുടെ ഈ വിഷ്ണു കൊച്ചിക്കാരൻ എന്തിനത് അല്പം എന്നാ അവന്റെ അടുത്ത് എന്തിനാ അവളെ ഒന്ന് ചോദിച്ച്, അപ്പൊ ഇവനത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ചീത്തവിളിയൊക്കെ അങ്ങനെ ഒരു വിഷയമായി. അപ്പൊ ഈ പറഞ്ഞു വന്നേ മച്ചാൻ എന്ന് വെച്ചാൽ ഇവനെയൊക്കെ പോലത്തെ ഉള്ളവന്മാര് ലോകത്ത് കിടക്കണ പക്ക മാറ്റർ നമുക്കിപ്പോ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയണത് മാറ്റർ. ഓക്കെ, അപ്പൊ ഈ പക്ക മാറ്ററുകളൊക്കെ വല്ലടം കിടക്കാൻ കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഈ വെള്ളത്തിലും പാലത്തില് ഇങ്ങനെ കൊണ്ടിട്ട് ഒരു വൾഗറായിട്ട് ചെയ്യാനാണ്. അപ്പൊ ഇവരെയൊക്കെ ശ്രമം എന്തെന്ന് എങ്ങനെയെങ്കിലും ലോകത്ത് കിടക്കുന്ന യവന്മാർക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ റീച്ച് ആവണം. റീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ സീസൺ 3 മറ്റേ ബിഗ് ബോസിൽ എങ്ങനെയും കയറണം. അതാണ് ഈ ഡോക്ടറായ പമ്പ നദിയും കൂടെ വന്നിടത്ത് കാണിക്കുന്ന കോപ്രായം കണ്ടു കാണിക്കണം എന്ന് പറഞ്ഞാൽ മൊത്തം പോക്കറ്റിനാണ്, മഹാതെണ്ടിത്തനാണ്. ഇവര് എന്തൊരു മെസ്സേജാ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവര് കൊടുക്കണെന്ന് വെച്ചാൽ വളരെ കിടക്കണതൊക്കെ ഇത് സത്യം പറഞ്ഞ മറ്റാൽ എവള് കറുപ്പായിരുന്നെങ്കിൽ എരുമെന്ന് പറയായിരുന്നു. എവള് എന്തിനാ ഇതൊരു ചങ്ങാടം. ഈ ചങ്ങാടത്തിനെ വലിച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇത് ജനങ്ങൾ കണ്ട് ചിരിച്ച് ഊപ്പള്ളേ. പിന്നെ ഇവളൊക്കെ കാണിക്കുന്ന കാരണം കുറെ പിള്ളേർ പിള്ളേർ വഴിതെറ്റ് പിള്ളേർ വഴിതെറ്റുന്ന. അതേപോലെ തന്നെ സത്യം പറഞ്ഞ തുണിക്ക് അത്രയും ദാരിദ്ര്യമാണെങ്കിൽ നമ്മളെങ്കിൽ വാങ്ങിച്ചു തരാം, എന്തെങ്കിലും ജനങ്ങൾ വാങ്ങിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം, പിന്നെ പ്രേക്ഷകർ നമ്മളതെ ഇവരെയൊക്കെ ഇങ്ങനെ ബിഗ് ബോസിലെ ഇതേപോലത്തെ പക്ക പ്രാവശ്യം ഞാൻ വേറെ ഒന്നല്ല. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ പറയല, ഇനി ഞാൻ സംസാരിക്കുമ്പോ ഞാൻ ഒരു ബിസിൽ വാങ്ങിച്ച് കൈ വയ്ക്കും. അങ്ങനെ അടിക്കുമ്പോ നിങ്ങളെ ആലോചിച്ചാണ് ഞാൻ പക്ക തെറിയാന്ന് വിളിക്കണേന്ന്. മനസ്സിലായി? നിങ്ങൾ ഇഷ്ടം പോലെ പൂരിപ്പിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറഞ്ഞു ചെയ്യാം. ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇവർക്കല്ല ബിഗ് ബോസിൽ ചാൻസ് കൊടുക്കണം. ഈ അർഹതയുള്ള എത്രയോ പേരുണ്ട്. പിന്നെ ഈ ലോക്കൽ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി. ഒരു പെങ്ങള്, ആ പുള്ളിക്കാർക്ക് ക്യാൻസർ ആണ്. അവർ ഇതില് പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ ഒരു പിന്നെ 3ാമത്തെ സ്റ്റേജിലായിരുന്നാലും ഒന്ന് തല കാണിക്കാൻ ലാലേട്ടന്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അവരെ പോലുള്ള ആ പുള്ളിക്കാർക്ക് ക്യാൻസർ ആണ്, 3rd സ്റ്റേജ് ആണ്. പിന്നെ ചെറുതായിട്ട് ഒരു മുഖം കാണിക്കാനാണ് പുള്ളിക്കാർ ചോദിക്കുന്നത്. അപ്പൊ അവരെ പോലുള്ള നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഈ എന്തിനാ പറയാ ഈ ഓരോ ബസ് സ്റ്റാൻഡിലും അങ്ങും ഇങ്ങൊക്കെ നടക്കുന്ന ലോക്കല് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കണത് ഒട്ടും ശരിയല്ലാത്ത കേസാണ്. അങ്ങനെയാണെങ്കിൽ മച്ചാന്മാരെ ചെയ്യേണ്ട എന്തെന്ന് അറിയാം, എവരെയാണ് കൊണ്ടുവരേണ്ടത്? ഈ കുടുംബത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തിനാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അവര് റീച്ചാണ്. ഇത് ഈ ഫാമിലി നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ലോകമെമ്പാട് അറിയുന്ന ഒരു തിരുവനന്തപുരക്കാരാണ്. ബിഗ് ബോസുകാർക്ക് അങ്ങനെ ഈ ലോക്കല് ആൾക്കാരെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരാണ് ഫസ്റ്റ് കൊണ്ടുവരേണ്ടത്. എന്ത് വച്ചാനെ ഒരു ഫിസിലിന്റെ കുറവുണ്ട്, നാളെ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഇവരൊക്കെ പോലത്തവരാണ് കൊണ്ടുവരുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രമല്ല, ഇവരൊക്കെ മറ്റേ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഇവരൊക്കെ പക്ക അഭിനയങ്ങളാണ്. ഇവര് ഭാര്യയും ഭർത്താവും തിരുവനന്തപുരത്തുള്ളതാണ്. ജനങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് അവർ കൊടുക്കുന്നത്. നമ്മൾ ഈ കല്യാണം കഴിയാത്ത പിള്ളേർക്കും കല്യാണം കഴിഞ്ഞ പിള്ളേർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഇവര് മെസ്സേജ് കാണിച്ചു കൊടുക്കും. നമുക്ക് അതൊന്ന് അവരെ പരിചയപ്പെടുത്തി തരാം. വീഡിയോ ഉണ്ട്, അവർ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ ബിഗ് ബോസിൽ കയറ്റിയ ഒരു വിധമെങ്കിലും കൊള്ളാം. അല്ല ഈ റോട്ടയിൽ നടക്കുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കണം മഹാ തെണ്ടിത്തനാണ്. അപ്പൊ
നമ്മുടെ ഈ അലങ്കോസ് വരക്ക് ഒരു നടുവെറല് ഗുഡ് ബൈ പറഞ്ഞ് ബൈൻഡ് അപ്പ് ചെയ്യുന്നു. ശരിയല്ലേ? അതെ അതെ. ഓക്കെ, ബൈ.